നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 297. ലഹരി പോലും പൂർണ്ണ സദ്ഗുരുവിന് മാത്രമേ മുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ചേതാറാം ദാസ് ആണ്. മധ്യപ്രദേശിലെ ഖർഗോൺ ദേശത്തിൽ നിന്നാണ്. സന്ത് രാംപാൽജി മഹാരാജിന്റെ ശരണത്തിൽ വരുന്നതിന് മുൻപ് കുടുംബവുമായി ചേർന്നിരിക്കുകയായിരുന്നു. അവിടെ ഞാൻ 20 വർഷം വരെ ഭക്തി ചെയ്തു. അവിടെ എനിക്ക് ആധ്യാത്മിക മാർഗത്തിലുള്ള ജ്ഞാനമാർഗവും ഒന്നും തന്നെ പുതുതായി ലഭിച്ചില്ല. അവിടെ നിന്ന് എനിക്ക് ഒരു സന്തോഷവും ഒരു ലാഭവും ഉണ്ടായില്ല. ഞാൻ എല്ലാ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിരുന്നു, അതായത് ബീഡി, സിഗരറ്റ്, പുകയില. എനിക്ക് ഈ ലഹരിയിൽ നിന്ന് ഒരു മുക്തിയും ലഭിച്ചില്ല. 2014 ജനുവരി 24 ഞാൻ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. എനിക്ക് ഇതിനുള്ള പ്രേരണ ജ്ഞാനഗംഗ എന്ന പുസ്തകത്തിൽ നിന്ന് ലഭിച്ചു. എനിക്ക് ഒരു മകളുണ്ട്. സന്ത് രാംപാൽജി മഹാരാജിന്റെ ബർവായിലുള്ള ആശ്രമത്തിൽ പോയിരുന്നു. അവിടെ നിന്ന് തുടങ്ങുമ്പോഴാണ് ഈ പുസ്തകം വാങ്ങിയത്. ഈ പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് ശരിയായ ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാകുകയും പിന്നീട് ദീക്ഷ ഗുരുജിയിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു. എന്റെ ഒരു സഹോദരിക്കും ഷുഗറിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അവളുടെ അസുഖം ഭേദമായി. ഞാൻ ലഹരി ഉപയോഗിക്കുകയും അത് എന്നിൽ നിന്ന് ഒരിക്കലും മാറുകയില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അതും പൂർണ്ണമായി ഒഴിഞ്ഞുപോയി. ഇന്നും ഞാൻ ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കുന്നില്ല. സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം എനിക്ക് വളരെയധികം ലാഭങ്ങൾ ഉണ്ടായി. എന്റെ മകളുടെ പേര് രേഖ എന്നാണ്. അവൾക്ക് ക്യാൻസറിന്റെ അസുഖമുണ്ടായിരുന്നു. ഞങ്ങൾ അവളെ പല ഡോക്ടർമാരെയും കാണിക്കുകയും 2 പ്രാവശ്യം ഓപ്പറേഷന് വിധേയമാക്കുകയും ചെയ്തു. പക്ഷേ ഒരു പ്രയോജനവും ലഭിച്ചില്ല. നിരാശ മാത്രമായിരുന്നു ബാക്കി. പക്ഷേ ഗുരുജിയിൽ നിന്ന് നാമദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അവൾക്ക് നല്ല വ്യത്യാസം, പൂർണ്ണമായി രോഗം മാറുകയും ചെയ്തു. സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ഇതുവരെ ഒരു ഡോക്ടറെയും കാണിക്കേണ്ടി വന്നില്ല, ഒരു മരുന്നും കഴിക്കേണ്ടി വന്നില്ല. ഗുരുജിയുടെ കൃപയാൽ മകൾ ഇന്ന് പൂർണ്ണമായി സ്വസ്ഥമാണ്. ഞാൻ എല്ലാവരോടുമുള്ള പ്രാർത്ഥനയാണ്, അതായത് സന്ത് രാംപാൽജി മഹാരാജിൽ ശരണം പ്രാപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് നാമദീക്ഷ സ്വീകരിച്ച് അവരവരുടെ മോക്ഷം ചെയ്യുക. വിവിധ TV ചാനലുകളിൽ സന്ത് രാംപാൽജി മഹാരാജിന്റെ സത്സംഗം വരുന്നുണ്ട്. അതിനുശേഷം ആശ്രമത്തിന്റെ മൊബൈൽ നമ്പർ വരുന്നു. ആ നമ്പറിൽ സമ്പർക്കം ചെയ്തതിനു ശേഷം നിങ്ങളുടെ തൊട്ടടുത്ത നാമദീക്ഷ സെന്ററിന്റെ അഡ്രസ് ലഭിക്കുന്നതാണ്. അവിടെ പോയി സൗജന്യമായി നാമദീക്ഷ സ്വീകരിക്കാവുന്നതാണ്. ഭക്തനായ ചേതറാം ദാസ്. മൊബൈൽ നമ്പർ 62 66 22 05 89. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 298. അലഞ്ഞുതിരിഞ്ഞ ഭക്തനായ ഹന്മത് ദാസിന്റെ പുനർസംരക്ഷണം. സദ്ഗുരു രാംപാൽജി മഹാരാജിന്റെ അങ്ങേയറ്റത്തെ കൃപ. ഞാൻ ഹന്മത് ദാസ്, ഹിനോദ് ഗ്രാമ നിവാസി, ജയ്സി നഗർ, സാഗർ ജില്ല, മധ്യപ്രദേശ്. എന്റെ ജീവിതത്തിൽ ബന്ദിച്ചോട്ട് സദ്ഗുരു രാംപാൽജി മഹാരാജിന്റെ ആശീർവാദം കൊണ്ട് നടന്ന അത്ഭുത കാര്യം കുറച്ചു വാക്യത്തിൽ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2014 ജൂലൈയിൽ ബർവാല ആശ്രമത്തിൽ നിന്ന് ഞാൻ സദ്ഗുരു രാംപാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. പക്ഷേ 2014 നവംബർ 18 ബർവാല ആശ്രമം ആക്രമിച്ചതിനാൽ ആ കോലാഹലം നടന്നതിനു ശേഷം ശരിയായ രീതിയിൽ ഭക്തി ചെയ്യുവാൻ സാധിച്ചില്ല. ഞാൻ ഭക്തി ഉപേക്ഷിച്ച് അന്യ ഉപാസനകൾ ചെയ്യാൻ ആരംഭിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ ഗുരുജിയുടെ ആവശ്യമനുസരിച്ച് എന്റെ ജില്ലയിൽ തന്നെ ആശ്രമം തുറന്നു പ്രവർത്തിച്ചു. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ദാസനും ആശ്രമത്തിന്റെ അറിവ് ലഭിച്ചപ്പോൾ ദാസും ആശ്രമത്തിൽ പോയി വീണ്ടും ഭക്തി ചെയ്യുവാൻ ആരംഭിച്ചു. പക്ഷേ നാമദീക്ഷയിൽ പറയുന്ന നിയമങ്ങൾ ദാസിന് ചെയ്യുവാൻ സാധിച്ചില്ല. അത് പലപ്പോഴും ഭംഗിക്കപ്പെട്ടു. അതായത് മുട്ട, മാംസവും ലഹരി, മറ്റ് അന്യഭക്തികൾ, അഴിമതി എന്നിവ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ശരിയായ രീതിയിൽ സാധിച്ചിരുന്നില്ല. ഇക്കാരണത്താൽ ദാസന് ഒരു മാറാരോഗം പിടിപെട്ടു. ശരീരത്തിൽ ബ്ലഡിന്റെ അളവ് കുറയുന്നു. രക്ത ഉൽപാദനം ഉണ്ടാകുന്നില്ല. രക്തം ഇടയ്ക്കിടയ്ക്ക് കയറ്റേണ്ടി വരും. ശരീരത്തിൽ രക്തം ഉണ്ടാകുന്നത് വരെ രോഗി സ്വസ്ഥനാണ്. രക്തം കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. സന്ത് രാംപാൽജി മഹാരാജ് സത്സംഗത്തിൽ പറയുന്നു, ജബ് ലഗേ ഹംസ ഹമാരി ആന കാൽ ലഗേ നിഹിം തേരാ ഭാണ.
അർത്ഥം എന്തെന്നാൽ ഭക്തൻ എന്നുവരെ നിയമമര്യാദയിൽ ഇരിക്കുന്നുവോ അവരെ ആരും തന്നെ ബുദ്ധിമുട്ടിക്കുന്നതല്ല. പക്ഷെ എന്റെ നിയമം പല പ്രാവശ്യം മുറിഞ്ഞുപോയി. ഈ അസുഖം മാറുവാൻ വേണ്ടി ഞാൻ പല ദിക്കിൽ ചികിത്സിച്ചു. പക്ഷെ ഒരു ഫലമുണ്ടായില്ല. അവസാനം ഡോക്ടർ അവിനാഷ് പോപ്പലെയുടെ വിശദമായ പരിശോധനയിൽ എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ബോധിച്ചു. രക്തത്തിന് പകരം ജലമാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ ഗൃഹത്തിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം 2018 മെയ് 18 വീണ്ടും രക്തം കുറഞ്ഞതിനാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ വെച്ച് വീണ്ടും ബോൺ മാരോ ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് റിപ്പോർട്ടിൽ പരമാത്മാ സദ്ഗുരു രാംപാൽജി മഹാരാജിന്റെ കൃപയാൽ ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്നില്ല. ഇതേ ടെസ്റ്റ് തന്നെ മുൻപ് നടത്തിയപ്പോൾ വിപരീതമായിരുന്നു ഫലം. അന്ന് ഡോക്ടർ പറഞ്ഞത് ഇതിന് രക്തം കയറ്റുക എന്നൊരു ചികിത്സ മാത്രമേ ഉള്ളൂ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ഇതിന് മറ്റൊരു ചികിത്സ. അത് നല്ല ചിലവുള്ളതാണ്. ഏകദേശം 19 ലക്ഷം രൂപ വരും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 299. പിന്നീട് ദാസ് സദ്ഗുരുവുമായി ഫോണിന്റെ മാധ്യമത്തിൽ കൂടി ബന്ധപ്പെട്ടപ്പോൾ ഗുരുജി നാമദീക്ഷ വീണ്ടും ശുദ്ധീകരിക്കുവാൻ പറഞ്ഞു. നിയമങ്ങളും മര്യാദയിലും നിൽക്കുവാനും ഭക്തി ചെയ്യുവാനും ആവശ്യപ്പെട്ടു. പരമാത്മാവ് ദയ കാണിക്കട്ടെ എന്ന്. ഗുരുജിയുടെ ആവേശം വന്നതിന് ശേഷം എനിക്ക് ക്രമേണ സ്വസ്ഥമായി തുടങ്ങി. ബ്ലഡിന്റെ ആവശ്യം വരുമ്പോൾ ഗുരുവിന്റെ ദയാൽ കാരണം അത് ലഭ്യമായിക്കൊണ്ടിരുന്നു. 2018 ശേഷം ദാസിന് ബ്ലഡ് കയറ്റേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം 1 വർഷമായിട്ട് ഈ ദാസ് സ്വസ്ഥമാണ്. പണ്ട് ഹീമോഗ്ലോബിന്റെ അളവ് വളരെ കുറവായിരുന്നു. 2-3 ഒക്കെ ആയിരുന്നു. പ്ലേറ്റ്ലെറ്റിന്റെ അളവ് 2000 വരെ ആയിരുന്നു. ഈ ദാസ് ജബൽപൂർ, ഭോപ്പാൽ, നാഗ്പൂർ, ഡൽഹി കൂടാതെ മറ്റു പലയിടങ്ങളിലും ചികിത്സിച്ചിരുന്നു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. കേവലം പരമാത്മാ സദ്ഗുരു രാംപാൽജി നിർദ്ദേശിക്കുന്ന ഭക്തിമാർഗത്തിൽ കൂടി മാത്രമേ ദാസിന് സ്വസ്ഥമായുള്ള ഒരു മരുന്ന് പോലും ഇന്ന് കഴിക്കുന്നില്ല. ബന്ദിച്ചോട്ട് സദ്ഗുരു രാംപാൽജി ഭഗവാന്റെ അങ്ങേയറ്റത്തെ കൃപയാണ്. സദ്ഗുരു ചരണത്തിൽ എളിയദാസൻ, ഭക്ത ഹനമത് ദാസ്, താലൂക്ക് ജയ്സിംഗ് നഗർ, സാഗർ ജില്ല, മധ്യപ്രദേശ്. മൊബൈൽ നമ്പർ 93 03 57 74 15. ഭൂതങ്ങളാലും രോഗങ്ങളാലും വിഷമിക്കുന്ന കുടുംബത്തെ രക്ഷിക്കുക. ഭക്തിമതി അബലേഷ് ദേവി, ശ്രീ രാമേഹറിന്റെ ഭാര്യ. പുത്രൻ ശ്രീ മാംഗേറാം. ഗ്രാമം മിർച്ച, വില്ലേജ് ചർക്കിദധാരി, ഭവാനി ജില്ല, ഹരിയാന. ഞാൻ അബലേഷ് ദേവി. എന്റെ ദുഃഖപൂർണമായ കഥയുടെ ഒരംശം നിങ്ങളോട് പറയുന്നു. ഞാനും എന്റെ കുട്ടികൾ രാഹുലും ജ്യോതിയും കഴിഞ്ഞുപോയ അവസ്ഥ ഓർത്ത് ഇപ്പോഴും വിറയ്ക്കുന്നു. അത് വർണ്ണിക്കുമ്പോൾ ഹൃദയം പൊട്ടുന്നു. 1995 ഡിസംബർ 6 രാത്രിയിൽ ഡ്യൂട്ടി സമയത്ത് ഭർത്താവിനെ തെമ്മാടികൾ വധിച്ചു. എന്നാൽ ഈ പൂർണ്ണ പരമാത്മാവായ കബീർ സാഹബ് ഞങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചു. ഭർത്താവിന്റെ ജീവൻ തിരിച്ചു കിട്ടി. അതുകൊണ്ട് കുടുംബസമേതം ഞങ്ങൾ ബന്ദിച്ചോട്ട് രാംപാൽജി മഹാരാജിന്റെ ദയയാൽ പൂർണ്ണ പരമാത്മാവിന്റെ പാദങ്ങളിൽ സ്ഥാനം ലഭിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ എന്റെ ഭർത്താവിന് വെള്ളം കൊണ്ടുടുത്തു കഴിഞ്ഞ് അടിവസ്ത്രത്തിന്റെ നാട കെട്ടുന്ന സ്ഥലത്ത്, അതായത് ഇലാസ്റ്റിക് കെട്ടുന്ന സ്ഥലത്ത് 4 ചുറ്റിനും രക്തം കൊണ്ട് തുണി ചുമക്കുമായിരുന്നു. കുട്ടികൾക്കും മലത്തിൽ കൂടി രക്തം വരുമായിരുന്നു. ഞാനും 1 വർഷമായി ഹാർട്ട് അറ്റാക്കിൽ വിവശയായിരുന്നു. അതിനുവേണ്ടി ഞാൻ വർഷങ്ങളായി മരുന്ന് സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഭർത്താവ് ഡൽഹി പോലീസിലാണ് ജോലി നോക്കുന്നത്. എന്റെ ശരീരം മുഴുവനും ചിരങ്ങുകളായിരുന്നു. വീട്ടിലെ പ്രയാസങ്ങൾ കാരണം എന്റെ ഭർത്താവിന് ഒരിക്കലും മനസുഖം കിട്ടിയിരുന്നില്ല. പലപ്പോഴും മാനസികാവസ്ഥ തെറ്റിയിരുന്നു. ഈ വിഷമങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഞങ്ങൾ 1995 മുതൽ 2000 വരെ പല തീർത്ഥ സ്നാനങ്ങൾ സന്ദർശിച്ചു. ജമുന, ഗംഗ, ഹരിദ്വാർ, ജ്വാലാജി, ചാമുണ്ട, ചിന്തപൂർണി, നാഗർകോട്ട്, ബാലാജി, മേഹന്ദിപൂർ, ഗുഡ്ഗാവ്, വാലിമായി, ഗൗരക്ടീന. രാജസ്ഥാനിൽ എല്ലാ കുട്ടികളെയും കൂട്ടി തീർത്ഥാടനം നടത്തി. കുറെ ഡോക്ടർമാരുടെയും അത്യാഗ്രഹികളായ ഗുരുക്കന്മാരുടെയും ഉപദേശം തേടി. പക്ഷേ ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 300. ഇങ്ങനെ ഞങ്ങളുടെ അവസ്ഥ ഹോളിയോ ദീപാവലിയോ വരുമ്പോൾ വല്ല പള്ളിയിലും കഴിഞ്ഞുകൂടേണ്ട ഗതിയായി. പക്ഷെ ഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് സന്ത് രാംപാൽജി മഹാരാജ് മുഖാന്തരം പരമപൂജനായ കബീർ പരമേശ്വർജിയുടെ അടുക്കൽ അഭയം കിട്ടി. ഞങ്ങളുടെ അസുഖങ്ങൾ ഓൾ ഇന്ത്യ ഹോസ്പിറ്റലിൽ പോലും സുഖമാക്കാൻ കഴിയാത്തത് സദ്ഗുരുദേവിന്റെ പാദധൂളികൾ സുഖമാക്കി. 2001 ഫെബ്രുവരി 25 കാലപൂജ ചെയ്യുന്ന പൂജാരി ഫോൺ ചെയ്ത് ചോദിച്ചു, നിങ്ങളുടെ പേര് അബലേഷ് എന്നാണോ? ഞാൻ പറഞ്ഞു, അതെ. നിങ്ങൾ ആരാണ്? അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ഇത്ര ശക്തിയുള്ള ആൾ ആരാണ്? ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേരെന്താണ്? എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്? അപ്പോൾ വീണ്ടും അയാൾ പറഞ്ഞു, മകളെ, നീ എന്റെ പേര് ചോദിക്കേണ്ട. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല.
ഞാൻ ഹാംസയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരു ബലവാൻ, അയാളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു. രണ്ടുപേരും എന്റെ കയ്യിൽ 3700 രൂപ തന്നിട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പർ അയാളിൽ നിന്ന് വാങ്ങി. ഞാൻ ചോദിക്കാം, അയാൾക്ക് എന്ത് സംഭവിച്ചു? ബലവാനിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പർ വാങ്ങിയത്. അത് രാത്രിയിലായിരുന്നു. ഉറങ്ങുമ്പോൾ ഞാൻ വെള്ള വസ്ത്രത്തിൽ നിങ്ങൾ പൂജിക്കുന്ന ഗുരുവിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ ഫലം നീ അനുഭവിക്കും. ഈ കുടുംബം സർവശക്തിമാനായ എല്ലാ കഷ്ടങ്ങളെയും ഇല്ലാതാക്കുന്ന പരമപൂജ്യ കബീർ സാഹിബിന്റെ അഭയത്തിലാണ്, അതായത് കബീർ പരമേശ്വരന്റെ അഭയത്തിലാണ്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഇവിടത്തെ ധർമ്മരാജന് പോലും ആ കുടുംബത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പരമപൂജനായ കബീർ പരമേശ്വരനെ കാലനും കാലഭൂതാക്കളവും മരണവും ഭയക്കുന്നു. ആ പൂർണ്ണ പ്രഭു പാപകർമ്മങ്ങളുടെ ശിക്ഷ ഇല്ലാതാക്കുന്നു. അതിനുശേഷം അയാൾ പറഞ്ഞു, മകളെ, നീ ആരെയാണോ പൂജിക്കുന്നത് ആ ദേവ് പുരുഷോത്തമൻ അതിശക്തിമാനാണ്. ഞാൻ 25 വർഷമായി ജീവൻ അപഹരിക്കുന്ന ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയെത്ര കുടുംബത്തെയാണ് നശിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ആദ്യമായി തോറ്റു മകളെ. ഈ ശക്തിയെ ഉപേക്ഷിക്കരുത്. അങ്ങനെ ചെയ്താൽ മരണം സംഭവിക്കും. നിങ്ങളെ നശിപ്പിക്കുന്നതിനായി ബലവാൻ മുതലായവർ ചുറ്റി നടക്കുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണ പരമാത്മാവിനെയാണ് പൂജിക്കുന്നത്. ബലവാൻ എന്റെ ഭർത്താവിന്റെ മൂത്ത സഹോദരനാണ്, നിങ്ങളുടെ ശത്രുവാണ്. ഇന്ന് ഞങ്ങൾ വലിയ ഭാഗ്യശാലികളാണ്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സദ്ഗുരുദേവ് സത് കബീർ പൂർത്തീകരിക്കുന്നു, സാധിച്ചു തരുന്നു. കബീർ ഗുരു ഗോവിന്ദ് ദോ ഖड़े കാക്കെ ലാഗു പാए, ബലിഹാരി ഗുരു ആപ്നെ ജൻ ഗോവിന്ദ് ദിയ മിലായ്. അല്ലയോ സഹോദരി സഹോദരന്മാരെ, കുടുംബസമേതം നിങ്ങൾക്ക് ഈ ഉപദേശം നൽകുന്നു. നിങ്ങൾ സത്ലോകമാർഗം, പൂർണ്ണമോക്ഷം, സർവ്വ ഐശ്വര്യ സുഖങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലൗകിക ജീവിതത്തിൽ നിന്നും മോക്ഷം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ബന്ദിച്ചോട് സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് സത്നാമം സ്വീകരിച്ച് ഉപദേശം വാങ്ങണം. വിലപിടിച്ച ജീവിതം സഫലമാക്കാൻ ശ്രമിക്കൂ. സത് സാഹിബ് ഭക്തമതി ആബലേഷ് ദേവി, മിരജ് ഗ്രാമം, താലൂക്ക് ചരകി ദാദരി, ജില്ല ഭിവാനി, ഹരിയാന. മൊബൈൽ 94 68 03 55 69. ഭക്ത സതീഷിന്റെ ആത്മകഥ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 301. ഞാൻ ഭക്ത സതീഷ് ദാസ്, 193 സെക്ടർ 7, RK പുരം, ന്യൂഡൽഹിയിൽ താമസിക്കുന്നു. മുകളിൽ ഉദ്ധരിച്ച വരികൾ ഞങ്ങളുടെ ജീവിതത്തിലും സാക്ഷ്യം വഹിച്ചതാണ്. സദ്ഗുരു രാംപാൽജി മഹാരാജ് 1997 ഡിസംബറിൽ പ്രീതം പുരാ ഡൽഹിയിൽ നടത്തുകയായിരുന്നു. ഞാനൊരു സ്നേഹിതൻ പറഞ്ഞതനുസരിച്ച് സത്സംഗം കേൾക്കാൻ പോയി. പരമ്പരാഗതമായി ചെയ്യുന്ന പൂജകൾ ഉപേക്ഷിക്കണമെന്ന് കേട്ടപ്പോൾ സത്സംഗമത്തിനോട് സഹകരിക്കാൻ മനസ്സ് ഇഷ്ടപ്പെട്ടില്ല. സദ്ഗുരുജി ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയപ്പോൾ ഇനി പുസ്തകങ്ങൾ വീട്ടിൽ വായിക്കണ്ട എന്ന് തോന്നി. ഈ വിധത്തിൽ ജ്യോതി നിരഞ്ജൻ, അതായത് കാലൻ, നമ്മുടെ ബുദ്ധിസ്ഥായിയാക്കി മാറ്റി ഭക്തി ചാനൽ നിർത്തി. സദ്ഗുരു പറയുകയാണ്, കബീർ ഗുരു ബിൻ കാഹു ന പായ ജ്ഞാന, ജോ തോता ബുസ് ഛड़े മൂड കിസാന. കബീർ ഗുരു ബിൻ വേദ പഠേ ജോ പ്രാണി, समझे न सार रहे अज्ञानी. गुरु बिन भर्म न छोटे भाई, കോട്ടി ഉപായ കരേ ചതുരായി. ഈ വിധത്തിൽ ഞങ്ങളുടെ ബുദ്ധിയെ ഗുരുഭക്തിയിൽ ഉറപ്പിച്ചുകൊണ്ട് അതും ഇതും സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി. 1999 എന്റെ ഭാര്യ ശ്രീമതി മഞ്ജുവിന് ബ്രെയിൻ ട്യൂമർ വന്നു. ഞങ്ങൾ സഫദർജംഗ് ഹോസ്പിറ്റലിലും AIIMS എയിംസ് ന്യൂഡൽഹി, പിന്നീട് അപ്പോളോ ഹോസ്പിറ്റൽ ന്യൂഡൽഹിയിലും ചികിത്സിപ്പിച്ചു. എല്ലാ ഡോക്ടർമാരും ഉടനെ ഓപ്പറേഷൻ ചെയ്യാൻ അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ സമയം ഒരു കൈക്ക് പാരാലിസിസ് വരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർ റിപ്പോർട്ടുകൾ നോക്കിയിട്ട് ചോദിച്ചു, 2 കണ്ണുകൾക്കും കാഴ്ച ഇപ്പോഴും ഉണ്ടോ? ഉടനെ കണ്ണു ഡോക്ടറെ, സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് വിവരം പറയാൻ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ചെക്കപ്പ് നടത്തി. കണ്ണ് സ്പെഷ്യലിസ്റ്റും ന്യൂറോ സ്പെഷ്യലിസ്റ്റും പറഞ്ഞു, എല്ലാ 15 ദിവസങ്ങൾ കഴിയുമ്പോൾ ചെക്കപ്പ് തുടർന്നുകൊണ്ടേയിരിക്കണം, ഒരിക്കലും നിർത്തരുത്. എന്തെന്നാൽ ബ്രെയിൻ ട്യൂമർ അങ്ങനെയാണ്. ഞാനും എന്റെ ഭാര്യയും വികലാംഗരാണ്, അതായത് കാലുകൾ, കൈയും കണ്ണും കൂടി നഷ്ടമായാൽ അത് കേട്ട് ഞങ്ങളുടെ ശ്വാസം നിലച്ചതുപോലെയായി. മറ്റൊരു ഉപായവും ഇല്ലാത്തതുകൊണ്ട് പന്ത് ഹോസ്പിറ്റൽ ന്യൂഡൽഹി ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് INMAS ഹോസ്പിറ്റലിൽ തിമാർപൂർ ജില്ലയിൽ നിന്ന് ഞങ്ങൾ എടുത്തു. മറ്റുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തി. ഓപ്പറേഷൻ തീയതി തീരുമാനിച്ചാൽ മതി. ഞങ്ങൾ പൂർണ്ണ പരമാത്മാവ് തത്വദർശിയായ സന്ത് രാംപാൽജി മഹാരാജിന്റെ സത്സംഗത്തിൽ കേട്ട വരികൾ ഓർമ്മ വന്നു. ഗരീബ് ജൻ മിൽത്തെ സുഖ് ഉപജെ, മിटे कोटि अपाध, ഭവൻ ചതുർദശ് ഢൂണ്ഡ്യോ പരം സ്നേഹി സാധ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 302.
അങ്ങനെ ഞങ്ങളുടെ ബുദ്ധിയിലെ ഭക്തി ചാനൽ ഓൺ ചെയ്തു. മനസ്സിൽ പല വിചാരങ്ങൾ ഉണർന്നു. ഓപ്പറേഷന് മുൻപ് ഗുരുവിനെ സന്ദർശിച്ച് പേര് സ്വീകരിച്ച് ഉപദേശം വാങ്ങി നോക്കാം. പിന്നെ എന്റെ കൂട്ടുകാരനെയും കൂട്ടി പ്രീതം പുരാദില്ലിയിൽ പോയി. 2001 ഫെബ്രുവരി 4 പൂർണ്ണ പരമാത്മ സന്ത് രാംപാൽജി മഹാരാജന്റെ നാമദാനം സ്വീകരിച്ചു. ചെയ്തുകൊണ്ടിരുന്ന പൂജകളെല്ലാം ഉപേക്ഷിച്ചു. സദ്ഗുരു അഖണ്ഡപാഠം ചെയ്യാനായി അഭിപ്രായപ്പെട്ടു. ഒരു പക്ഷേ പരമാത്മാവിന്റെ കൃപ കൊണ്ട് ഓപ്പറേഷൻ കൂടാതെ എല്ലാം സുഖമായാലോ? ഞങ്ങൾ സദ്ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം 3 ദിവസത്തെ അഖണ്ഡപാഠം നാമജപം നടത്തി. പിന്നീട് ഡോക്ടറുടെ അടുക്കിലെത്തി. പന്ത് ഹോസ്പിറ്റൽ ന്യൂഡൽഹിയിൽ ഓപ്പറേഷന്റെ തീയതിക്കായി. ആദ്യം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഡോക്ടർ ഞങ്ങളെ കണ്ടിട്ട് പറയുകയാണ് ഇപ്പോൾ ഓപ്പറേഷന്റെ ഒരു ആവശ്യവുമില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ സദ്ഗുരുവിന്റെ വാക്കുകൾ ഓർമ്മിച്ചു. സദ്ഗുരു ദാതാ ഹെ കലി മാഹിൻ, പ്രാൺ ഉദാഹരൺ ഉത്തരേ സായി. സദ്ഗുരു ദാതാ ദീൻ ദയാലൻ, ജം കിങ്കർ കെ തോരേ ജാലൻ. സദ്ഗുരുവിന്റെ ദയ ഓർത്ത് ഞങ്ങൾ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ഹേ പരമേശ്വർ, താങ്കളുടെ ഈ കൃപ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും? ഞങ്ങൾക്ക് വാക്കുകളില്ല. ഇങ്ങനെ പൂർണ്ണ പരമേശ്വർ കബീർ സാഹിബിന്റെ അവതാരം തത്വദർശി രാംപാൽജി മഹാരാജന്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ ഓപ്പറേഷൻ ഇല്ലാതായി. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു പൈസയുടെ ഗുളിക പോലും കഴിക്കേണ്ടി വന്നിട്ടില്ല. സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. 2004 നവംബർ 20 രാത്രിയിൽ കാലിന്റെ അടിയേറ്റ് എന്റെ ഭാര്യ മൃതപ്രായയായി. പരമേശ്വർജിയുടെ അമൃതജലം കുടിച്ചപ്പോൾ ബോധം വീണു. പിന്നെ ഞങ്ങൾ അവരെ സദ്ഗുരുവിന്റെ അടുക്കൽ എത്തിച്ചു. സദ്ഗുരു പറഞ്ഞു, ഇന്ന് മരണം സംഭവിക്കേണ്ടതായിരുന്നു. കബീർ പരമേശ്വര ഇവരുടെ ആയുസ് നീട്ടിക്കൊടുത്തു. ഇനി കബീർ പരമേശ്വരനെ ഭജിച്ചാൽ മതി. 2004 നവംബർ 24 എന്റെ ഭാര്യയെ സോനിപത്തിലെ സത്സംഗമത്തിൽ എത്തിച്ചു. കാരണം പാരാലിസിസ് വന്ന കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. അപ്പോൾ സദ്ഗുരുവിന്റെ ആ കൈ തലോടി. ഏകദേശം 5 മിനിറ്റ് സമയം. പക്ഷാപാതം തികച്ചും മാറി. എന്തൊരു അതിശയം! കൈയുടെ ചലനശേഷി തിരിച്ചു കിട്ടി. സദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് പരമേശ്വരന്റെ സാക്ഷാൽ അവതാരമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഗരീബ് ജം ജോറാ ജാസെ ഡരേ മിറ്റൻ കർം കെ അങ്ക്, കാഗജ് കീര ദർഗാഹ ദൈ 14 കോടി ന ചം. ഭക്ത സതീഷ് മെഹ്റ, RLF 907/17, രാജ്നഗർ 11, പാലം കോളനി, ന്യൂഡൽഹി. മൊബൈൽ നമ്പർ 97 18 18 47 04. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 303. ഗുരുകൃപയുടെ മഹിമ. ഞാൻ ത്രിലോക്ദാസ് വൈരാഗി, ഗ്രാമ ടീമർഖേഡ, ജില്ല കഠനി, മധ്യപ്രദേശിൽ താമസിക്കുന്നു. 27/6/2010 ഞാൻ നാമം സ്വീകരിച്ചു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു നാമദാനമല്ല ഇത്, അമൃതാണ് സ്വീകരിക്കുന്നതെന്ന്. എന്റെ കഥ കേട്ടാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. പക്ഷേ ഞാൻ ഗുരുദേവന്റെ പാദങ്ങൾ തൊട്ട് ശപഥം ചെയ്യുന്നു, ഞാൻ എന്തനുഭവിച്ചുവോ, എന്തൊക്കെ തെളിവുകൾ ഉണ്ടായോ അതൊക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രയും സൗഭാഗ്യം എനിക്ക് ഉണ്ടാകുമെന്ന്. പേര് സ്വീകരിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ എന്റെ മകന് അസുഖമായി. 5 പെൺമക്കൾക്ക് ശേഷമാണ് എനിക്ക് ഒരു ആൺകുട്ടി ഉണ്ടായത്. ഞാൻ എന്റെ മകനെ 1 മാസത്തോളം MBBS ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിച്ചു. കുട്ടിക്ക് ഒരു അസുഖവും ഉണ്ടായില്ല. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ 9 മണിക്ക് കുട്ടി കണ്ണു തുറക്കാതെയായി. ബോധം കെട്ടു. ഞാൻ കുട്ടിയെയും കൊണ്ട് ഉമരിയ പാനിലേക്ക് ഓടി. അവിടെയുള്ള എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു. കുട്ടിയുടെ അവസ്ഥ കണ്ട് ആരും ചികിത്സയിട്ടില്ല. എല്ലാവരും പറഞ്ഞു കുട്ടി മരിച്ചു എന്ന്. കുട്ടിക്ക് 1 വയസ്സ് മാത്രമാണ് പ്രായം. ധൈര്യം അവലംബിച്ച് ഒരു ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് ഓക്സിജൻ കൊടുത്താൽ ഒരു പക്ഷേ രക്ഷപ്പെടും. ഞാൻ ഉടനെ തന്നെ കുട്ടിയെ ജബൽപൂരിലേക്ക് കൊണ്ടുപോയി, കുട്ടികളുടെ റിസർച്ച് സെന്ററിൽ. അവിടുത്തെ ഡോക്ടർ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു, കുട്ടിക്ക് ഒരനക്കവുമില്ല, സൂചി ശരീരത്തിൽ കയറ്റുന്നില്ല, അഡ്മിറ്റ് ചെയ്യുന്നത് റിസ്ക് ആയിരിക്കും. ഞാൻ അപേക്ഷിച്ചു, അഡ്മിറ്റ് ചെയ്ത് പരിശോധിക്കൂ, ബാക്കിയൊക്കെ പരമാത്മാവിന് വിട്ടേക്കൂ. 6 മണിക്കൂറിനകം ബോധം കിട്ടിയില്ലെങ്കിൽ രക്ഷപ്പെടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ സമയമായി. എന്നിട്ടും കുട്ടിക്ക് ബോധം വീണില്ല. ഞാനും ഭാര്യയും കരയാൻ തുടങ്ങി. എന്റെ ശ്രദ്ധ പെട്ടെന്ന് ജ്ഞാനഗംഗയും ഭക്തിസാഗർക്കോ സന്ദേശ് എന്ന വരികൾ ഓർമ്മ വന്നു. ഞാൻ സ്വയം നിയന്ത്രിച്ചു. ഞാൻ എന്നെ തന്നെ ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചു. ഗുരു മകനെ രക്ഷിക്കും. എന്നെ വിശ്വാസമുണ്ടായിരുന്നു. 12 മണിയായപ്പോൾ ഡോക്ടർ റൗണ്ടിന് വന്നു. ഡോക്ടർ ചോദിച്ചു, കുട്ടിയുടെ അവസ്ഥ ഇങ്ങനെ? ഞാൻ പറഞ്ഞു, രാവിലത്തെ പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഡോക്ടർ ഇഞ്ചക്ഷൻ വാങ്ങി കുട്ടിയുടെ തുടയിൽ വെച്ചു. ഡോക്ടർ എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടിക്ക് ബോധം വീണു. ഇത്തരം രോഗം വരുന്ന കുട്ടികൾ വളരെ അപൂർവമായി ജീവിക്കാറുള്ളൂ. എടുത്തു പറയേണ്ട കാര്യം, സാധാരണ ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ അതിന്റെ പ്രഭാവം 10-20 മിനിറ്റ് കഴിഞ്ഞേ ലഭിക്കൂ. പക്ഷെ ഇവിടെ കുട്ടി ഇഞ്ചക്ഷൻ സൂചി കുത്തിയപ്പോൾ തന്നെ വേദന കൊണ്ട് കരഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എല്ലാം പരമേശ്വർ കബീറിന്റെ സഹായം. സദ്ഗുരു ശരൺ മേ ആനെ സെ ആയി ടലെ ബല, ജോ ഭാഗ്യ മേ സൂലി ഹോ കാंटे में टल जाए,
ഗുരുജി പറയുന്നു, വളരെ വിശ്വാസത്തോടെ മന്ത്രമുച്ചരിച്ചാൽ ഫലം കിട്ടും. അതിശയിച്ചു പോയി ഞാൻ ഹോസ്പിറ്റലിൽ ഗുരുപാദങ്ങൾ വന്ദിച്ച് നന്ദി പറഞ്ഞു കരഞ്ഞു. ഡോക്ടർ പറഞ്ഞു, 8 ദിവസത്തെ നിരന്തര ചികിത്സ വേണം. 24 മണിക്കൂറിന് 5000 രൂപ വീതമാകും. കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മരിക്കും. കാരണം ബോധം വീണതേയുള്ളൂ. ഞാൻ പറഞ്ഞു, വരും പോലെ വരട്ടെ. ഇപ്പോൾ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യൂ. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. കുട്ടിക്ക് ഒരു പനി പോലും വന്നിട്ടില്ല. ഈ ഗുരുമഹിമ കണ്ട് ഞാൻ ധന്യനായി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 304. എനിക്ക് ഒരു സൈക്കിൾ വാങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അത്രയ്ക്ക് മോശമായിരുന്നു എന്റെ കുടുംബം. പെട്ടെന്ന് ഒരു ദിവസം സ്റ്റേറ്റ് ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കരുതോ, അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് രക്ഷ കിട്ടും. ഞാൻ പറഞ്ഞു, കിട്ടിയാൽ ഇതുപോലെ ഒരു ഉപകാരം വേറെയില്ല. എന്റെ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥയ്ക്ക് അല്പം മാറ്റമുണ്ടാകും. ബാങ്ക് മാനേജർ എനിക്ക് 1.5 ലക്ഷം രൂപ ലോൺ തന്നു. സൈക്കിൾ പോലും വാങ്ങാൻ നിവർത്തിയില്ലാതിരുന്ന വ്യക്തി 55,000 രൂപ കൊടുത്ത് ഹീറോ ഹോണ്ട വാങ്ങി. ഇന്ന് ഞാൻ ഗർവോടെ വണ്ടിയിൽ കറങ്ങുന്നു. എനിക്ക് സർക്കാർ സ്കൂളിൽ പ്യൂൺ ജോലിയുണ്ട്. ജോലി കിട്ടിയിട്ട് 16 വർഷമായി. പക്ഷേ എന്റെ കുടുംബ ഭദ്രത ശരിയായില്ല. ജബൽപൂർ സഭാംഗത്താൽ പ്രമോഷൻ കിട്ടി. ചെറിയ പ്രമോഷൻ. ഇപ്പോൾ ഞാൻ സാറായി. എന്റെ ശമ്പളം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയ്ക്ക് കൂടി. എന്റെ കബീർ സാഹബ് തന്നെ പിടിച്ച് കസാരയിലിരുത്തിയതാണ്. എന്റെ ഇളയ സഹോദരൻ BEd അഡ്മിഷൻ കിട്ടാതെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് കൗൺസിൽ അംഗത്തിന്റെ കത്ത് കയ്യിൽ കിട്ടി. അവന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എന്തെന്നാൽ അവന് 29 മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. BEdന് അഡ്മിഷൻ വേണമെങ്കിൽ 33 മാർക്ക് വേണമായിരുന്നു. എന്നാൽ ഈ വർഷം 28 കിട്ടിയവർ മുതൽ എടുത്തു. അങ്ങനെ അവനും അവസരം കിട്ടി. ഇപ്പോൾ അവൻ BEdന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭാഗ്യങ്ങളൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതേയില്ല. എന്നാൽ രാമായണത്തിലെ വരികൾ എനിക്ക് ഓർമ്മ വരുന്നു. മാതാപിത ഗുരു കീ വാണി ബിനാ വിചാർ കരോ ശുഭജാനി. ഈ ഭാഗ്യമെല്ലാം ഒരു വർഷത്തിനിടയിൽ കിട്ടിയതാണ്. എല്ലാ തെളിവുകളും: 1. ഭാരത് ഹോസ്പിറ്റലിലെ ഡോക്യുമെന്റ്, 2. വണ്ടിയുടെ പേപ്പറുകൾ, 3. പ്രമോഷൻ ഓർഡർ, 4. BEdനുള്ള കൗൺസിലിംഗ് ലെറ്റർ. ഇതൊക്കെ പേര് സ്വീകരിച്ച് 6 മാസത്തിന് ശേഷം നടന്നതാണ്. വെറുതെ പേര് സ്വീകരിച്ചാൽ മാത്രം പോരാ, ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കണം. ഹരി രൂട്ടെ ഗുരു ടൗർ ഹേ, ഗുരു രൂട്ടെ നെഹിൻ ടൗർ. ഗുരുദേവന്റെ പാദങ്ങളിൽ ശിഷ്യന്റെ അനുഭവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഭക്ത ത്രിലോക്ദാസ് വൈരാഗി. മൊബൈൽ നമ്പർ 96 85 85 47 33. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 305. 11,000 വോൾട്ടേജിന്റെ കമ്പിയിൽ നിന്ന് മോചനം. ഞാൻ ഭക്ത സുരേഷ് ദാസ്, ശ്രീ ചാന്ദ് രാമിന്റെ മകൻ, ധനാന ഗ്രാമം, സോനിപത് ജില്ല. ഈയിടെ ശാസ്ത്രി നഗർ, റോഹ്തക്, ഹരിയാനയിൽ താമസിക്കുന്നു. സദ്ഗുരുവിൽ നിന്നും പേര് സ്വീകരിക്കുന്നതിന് മുൻപ് എന്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അസുഖം ബാധിക്കാത്ത ഒരാൾ പോലും കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. എന്റെ ഭാര്യയ്ക്ക് പ്രേതബാധയുണ്ടായിരുന്നു. പ്രയാസം കാരണം ഞങ്ങൾ ദേവീ ദേവതമാരുടെ പൂജകൾ നടത്തി. എനിക്ക് ഹനുമാൻ സ്വാമിയെ വലിയ വിശ്വാസമായിരുന്നു. പക്ഷെ വീട്ടിൽ എപ്പോഴും വിഷമങ്ങൾ തന്നെ വിഷമങ്ങൾ. ഒരു കാര്യത്തിലും മനസ്സുറക്കില്ല. പൂർണ്ണ പരമാത്മാ സദ്ഗുരു രാംപാൽജി മഹാരാജ് ഞങ്ങളുടെ കുടുംബത്തിലെ ആയതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണ പരമാത്മാവായി അംഗീകരിച്ചിരുന്നില്ല. അതിന്റെ ദുരനുഭവം ഞങ്ങൾക്ക് വർഷങ്ങളോളം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ സിംഹപുര ഗ്രാമത്തിൽ വസിക്കുന്ന ഭക്തി വികാസ് എന്നോട് പറഞ്ഞു, താങ്കളുടെ കുടുംബത്തിൽ പൂർണ്ണ പരമാത്മാ ജഗത് ഗുരു രാംപാൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രത്തോളം ദുഃഖവും ദുരിതവുമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വരെ പോകാനുള്ള സമയമില്ല. മുഴുവൻ സമയവും മാറി മാറി ഡോക്ടർമാരെ കാണാനേ നേരമുള്ളൂ. പോരെങ്കിൽ സാമ്പത്തികം വളരെ മോശവും. ആ ഭക്തൻ എന്നെ കുറെ ഉപദേശിച്ചു. ഒടുവിൽ ഞാൻ 2010 സന്ത് രാംപാൽജി മഹാരാജിൽ നിന്നും പേരും ഉപദേശവും സ്വീകരിക്കാനായി പോയി. സത്ലോക ആശ്രമം ഭർവാലയിൽ എത്തി. നാമം സ്വീകരിച്ചതിന് ശേഷം സദ്ഗുരു തന്റെ ദയയുടെ ഭണ്ഡാരം തുറന്നു. പിന്നെ എനിക്കുണ്ടായ സുഖൈശ്വര്യങ്ങളുടെ വർണ്ണന ചെയ്യാൻ വാക്കുകളില്ല. എന്റെ ഭാര്യയുടെ പ്രേതബാധ മാറി. സദ്ഗുരുവിന്റെ കൃപയാൽ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. 2011 സെപ്റ്റംബർ 7 എന്റെ 12 വയസ്സ് പ്രായമുള്ള മകൻ മോഹിത് മേസരിയെ വിളിക്കാൻ പോയി മുകളിൽ, അതായത് ടെറസിൽ. അതുവഴി 11,000 വോൾട്ടേജിന്റെ വൈദ്യുത കമ്പി പോകുന്നുണ്ടായിരുന്നു. കുട്ടി കമ്പിയുടെ ഇടയിൽ ഒരടി ദൂരെയായിരുന്നു. കുട്ടി അടുത്തെത്തിയപ്പോൾ കമ്പി വലിഞ്ഞ് കുട്ടിയുടെ തലയിൽ വീണു. 1 ഇഞ്ച് ആഴത്തിൽ തലയിൽ മുറിവുണ്ടായി. മുഖം പൊള്ളി. ശരീരത്തിൽ വൈദ്യുതാഘാതമേറ്റു. കാലിലെ തള്ളവിരലിലെ എല്ല് പൊട്ടി. ആ സമയത്ത് സദ്ഗുരു രാംപാൽജി ആകാശമാർഗേണ വന്ന് കുട്ടിക്ക് തേജോമയമായ ഒരു ശരീരത്തോടെ കാണിച്ചു കൊടുത്തു. 1000 ട്യൂബ് ലൈറ്റുകൾ ഒന്നിച്ച് കത്തിച്ചു വെച്ചതുപോലെ അദ്ദേഹം കുട്ടിയുടെ കൈപിടിച്ച് വൈദ്യുതിയിൽ നിന്ന് മോചിപ്പിച്ചു. പിന്നെ കുട്ടിയുമായി സന്ത് കുറെ നേരം സംസാരിച്ചു.
ഗുരുജി പോകാൻ തുടങ്ങുമ്പോൾ കുട്ടി ചോദിച്ചു, എവിടെ പോകുന്നു? സദ്ഗുരു പറഞ്ഞു, മകനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, പേടിക്കേണ്ട. ആ സമയത്ത് അവന്റെ അമ്മ മോഹിത്തും അവിടെയുണ്ടായിരുന്നു. അവർ അവരുടെ കണ്ണുകളാൽ ഈ ദൃശ്യങ്ങളൊക്കെ കാണുകയായിരുന്നു. അവർക്ക് ഭയങ്കരമായ പേടി തോന്നി. എന്തെന്നാൽ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് വൈദ്യുതിയുടെ ജാലകൾ പോകുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുട്ടിയെ PGI റോഹ്തക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെയും കുട്ടിക്ക് സദ്ഗുരുവിന്റെ ദർശനമുണ്ടായി. കുട്ടി പറഞ്ഞു, ഗുരുജി എന്റെ കൂടെയുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട. ഒരു പക്ഷേ ഞങ്ങൾ പാദങ്ങളിൽ അഭയം പ്രാപിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നെന്റെ കുട്ടി ജീവിച്ചിരിക്കില്ലായിരുന്നു. എന്റെ ഭാര്യയുടെ പ്രേതബാധ ഒഴിഞ്ഞു പോകില്ലായിരുന്നു. ഞങ്ങൾ നശിച്ചു പോയേനെ. സദ്ഗുരു രാംപാൽജി മഹാരാജന്റെ കൃപ കൊണ്ട് ഇന്ന് സുഖമായിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 306. എല്ലാ വായനക്കാരോടും അപേക്ഷിക്കുന്നു, എന്റെ സത്യകഥ വായിച്ച് നിങ്ങളും സദ്ഗുരു രാംപാൽജിയെ അഭയം പ്രാപിച്ച് ജീവിത വൈഷമ്യങ്ങളിൽ നിന്നും മോചനം നേടിയെടുക്കാം. സദ്ഗുരു രാംപാൽജി മഹാരാജിന്റെ സദ്വചനങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പൂർണ്ണ പരമാത്മാ കബീർജി ബന്ദി ജോഡ് എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കും. അങ്ങനെയാണ് അതിന് തെളിവായി ഋഗ്വേദ് മണ്ഡൽ 10 സൂക്തം 101 മന്ത്രം 2 മണ്ഡൽ 9 സൂക്തം 80 മന്ത്രം 2 എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും രോഗിയുടെ പ്രാണശക്തി ക്ഷീണിക്കുകയാണെങ്കിൽ ജീവൻ നൽകി 100 വയസ്സുവരെ ആയുസ് നൽകി എല്ലാവിധ സൗഭാഗ്യവും നൽകുമെന്ന് സദ്ഗുരു രാംപാൽജി മഹാരാജ് തന്റെ അമൃതവാണിയിൽ പറയുന്നു. ഓരോരുത്തരും അവരവർ ചെയ്യുന്ന കർമ്മഫലം അനുസരിച്ചാണ് സുഖവും ദുഃഖവും അനുഭവിക്കുന്നത്. ദുഃഖം പാപകർമ്മങ്ങളുടെ ഫലമാണ്. ഇതുവരെയുള്ള എല്ലാ സന്ത്, ആചാര്യ, ഗുരു എല്ലാവരും പറയുന്നത് പാപഫലമാണ് ദുഃഖം, അത് അനുഭവിച്ചു തന്നെ തീർക്കണം. അല്ലയോ നല്ലവരായ വായനക്കാരെ, സദ്ഗുരു രാംപാൽജി മഹാരാജ് പറയുന്നു, പാപകർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത്. പാപകർമ്മങ്ങൾ ഇല്ലാതായാൽ ദുഃഖവും ഇല്ലാതാകും. ഭക്തിയിൽ കൂടി പാപകർമ്മങ്ങളും അനുഭവിക്കണമെങ്കിൽ പിന്നെ ഭക്തിയുടെ ആവശ്യമില്ലല്ലോ. 2011 സെപ്റ്റംബർ 7 ഞങ്ങളുടെ പ്രാരാബ്ധ കർമ്മഫലമായി എന്റെ മകൻ മോഹിത് മരിക്കുന്നു. ഞങ്ങളുടെ സദ്ഗുരു രാംപാൽജി മഹാരാജിന്റെ ദയ കൊണ്ട് പരമപൂജ്യ കബീർ പരമേശ്വർജി ഞങ്ങളുടെ പാപങ്ങൾ നശിപ്പിച്ച് എന്റെ കുട്ടിയുടെ ആയുസ് നീട്ടിക്കൊടുത്തു. അഥവാ അന്ന് എന്റെ കുട്ടി മരിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാം ഭക്തി ഉപേക്ഷിച്ചേനെ, എല്ലാവരും നാസ്തികരായി മാറിയേനെ. ഞങ്ങൾക്ക് അന്ന് പരമാത്മാവിൽ പൂർണ്ണ ജ്ഞാനം ഇല്ലായിരുന്നു. ഇപ്പോൾ ഭഗവാനിൽ വലിയ വിശ്വാസമുണ്ട്. ഈ വിശ്വാസവുമുണ്ട്. പരമപൂജ്യ കബീർജി പരമേശ്വറാണ്. അദ്ദേഹം പാപങ്ങൾ നശിപ്പിച്ച് സുഖം നൽകുന്നു. സദ്ഗുരു രാംപാൽജി മഹാരാജ് അദ്ദേഹം അയച്ച അദ്ദേഹത്തിന്റെ അവതാരമാണ്. അതുകൊണ്ട് നിങ്ങളോട് വീണ്ടും അപേക്ഷിക്കുന്നു, ഒട്ടും വൈകിക്കാതെ സത്ലോക ആശ്രമം ബർവാലയിലെത്തി ഉപദേശം വാങ്ങി ജീവിതം മംഗളകരമാക്കി മാറ്റൂ. നിങ്ങളോട് പറയാനുള്ള കാരണം, എന്നെ പോലെ ദുഃഖിക്കുന്നവർ ധാരാളമുണ്ട്. എന്റെ മുകളിൽ പറഞ്ഞ ആത്മകഥ വായിച്ച് ആലോചിച്ച് അവരും തങ്ങളുടെ ദുഃഖത്തിൽ നിന്നും മോചിതരായി സർവ്വസുഖ ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കട്ടെ. യഹ് സംസാർ സമജ്ദാ നഹീ, കഹൻദാ ശ്യാം ദോപഹരെ നൂ. ഗരീബ്ദാസ് യഹ് വക്ത് ജാത് ഹൈ, रोवोगे इस पहरे नू. प्रार्थी भक्त सुरेश दास, सन ऑफ श्री चांद्राम, शास्त्री नगर, हिजार बाईपास, रोहतक. മൊബൈൽ നമ്പർ 98 29 58 86 28. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 307. സദ്ഭക്തി ചെയ്തതിനാൽ ക്യാൻസറും അതുപോലെ കിഡ്നിയുടെ രോഗവും ശരിയായി. ഞാൻ ഭക്തമതി ജയശ്രീ ദാസി, മധ്യപ്രദേശിൽ ഗണ്ഡ്വാ ജില്ലയിൽ നിന്നാണ്. വിവാഹം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷം എന്റെ ശാരീരികമായ സ്ഥിതി മോശമായി. എന്റെ ഭർത്താവ് എന്നെ പല ഡോക്ടർമാരെയും കാണിക്കുകയും ചെയ്തു. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. എന്റെ സ്ഥിതി വളരെ മോശമായി കൊണ്ടിരുന്നു. പിന്നെ എന്നെ ഇൻഡോറിലുള്ള മെഡിക്കെയർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ 15 ദിവസത്തോളം ഉണ്ടായി. എന്റെ ഒരു ടെസ്റ്റ് മുംബൈയിലാണ് നടത്തിയത്. അതിന് 25,000 രൂപ ചിലവ് വന്നു. ആ ടെസ്റ്റിൽ നിന്ന് മനസ്സിലായത് എന്റെ 2 കിഡ്നിയും തകരാറിലാണ്. ആ ജീവനാന്തം മരുന്ന് കഴിക്കേണ്ടി വരും. 6 വർഷത്തോളം ഡോക്ടർ അൻഷാദ് റിയാദിന്റെ അടുക്കൽ നടന്നു. പക്ഷെ ഒരു പ്രയോജനവും ലഭിച്ചില്ല. പിന്നീട് ഇൻഡോറിലുള്ള പല പ്രമുഖ ഡോക്ടർമാരുടെ ചികിത്സ ചെയ്തു. അതുപോലെ ചണ്ഡീഗഡിലുള്ള കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചു. എന്റെ ഈ ചികിത്സയ്ക്ക് വേണ്ടി 5 ലക്ഷം രൂപയോളം ചിലവായി. കൂടാതെ മരുന്നിന് എല്ലാ മാസവും 1.5 ലക്ഷം വേറെ. വെറും 26 വയസ്സായിരുന്നു. കൂടാതെ ഒരു പുത്രനുമുണ്ട്. 1 വർഷം ചികിത്സിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടി 10 വർഷത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്ന്. എന്റെ കുടുംബത്തിൽ ഇത് ആലോചിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. നമ്മുടെ മരണം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശേഷിക്കുന്ന ജീവന്റെ സമയം മരണത്തെക്കാളും കഠിനമാണ്.
ആ സമയത്ത് പൂർണ്ണ പരമാത്മാവ് ഒരു ജ്യോതിയിൽ നിന്ന് മറ്റൊരു ജ്യോതി തെളിയിച്ചു. എന്റെ ചെറിയമ്മയുടെ മകൾ രേഖ, അവൾക്ക് ക്യാൻസർ രോഗമായിരുന്നു. 2013 അവൾ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് നാമോപദേശം സ്വീകരിച്ചു. സദ്ഭക്തി ചെയ്തതിനാൽ അവരുടെ രോഗം പൂർണ്ണമായി മാറിയിരുന്നു. അവർ എന്നോട് നാമോപദേശം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു. ഞാൻ 2018 ഏപ്രിൽ 22 നാമ ഉപദേശം സ്വീകരിച്ചു. പൂർണ്ണ വിശ്വാസത്തോടു കൂടി സദ്ഭക്തി ചെയ്തിട്ട് 15 ദിവസത്തിനുള്ളിൽ എന്റെ മരുന്ന് കഴിക്കൽ നിർത്തി. സദ്ഗുരു രാംപാൽജി മഹാരാജിന്റെ കൃപയാൽ ഇന്നും ഞാൻ സ്വസ്ഥയാണ്. ഇന്ന് എനിക്ക് പഴയ പോലെ എല്ലാ ജോലിയും ചെയ്യുവാൻ സാധിക്കുന്നു. കൃഷി അടിസ്ഥാനമായ ഒരു കുടുംബമാണ് എന്റേത്. ഞാൻ ഇന്ന് കൃഷിയിടങ്ങളിലും പണിയെടുക്കുന്നു. എനിക്ക് അസുഖം ബാധിച്ച സമയത്ത് എനിക്ക് സ്വന്തമായി ആഹാരം കഴിക്കുവാൻ പോലും സാധിക്കുമായിരുന്നില്ല. അഥവാ താങ്കൾ എന്റെ അനുഭവം പഠിച്ച് എന്തെങ്കിലും ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പറായ 99 77 41 36 52 വിളിച്ചു ചോദിക്കാവുന്നതാണ്. കൂടാതെ എന്റെ രോഗത്തിന്റെ പൂർണ്ണമായ വിവരം എന്റെ കൈവശമുണ്ട്. തെളിവിനായി ഞാൻ വാട്സപ്പിൽ അയച്ചു തരുന്നതാണ്. ലോകത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാരോടുള്ള പ്രാർത്ഥനയാണ് സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് നാമദീക്ഷ സ്വീകരിക്കുക. കൂടാതെ നമ്മുടെ കുടുംബത്തിന്റെ മംഗളം ചെയ്യുക. കബീർ മാനുഷ് ജൻ ദുർലഭ ഹെ, മിലെ ന ബാരംബാർ. തരുവർ സെ പത്താ ടൂട്ട് ഗിരെ, ബഹുർ ന ലഗ്താ ഡാരി. ഭഗത്മതി ജയശ്രീ ദാസി, സുൽഗാവ്, തഹപുനാസ, ഖാണ്ടാവ, ഖണ്ഡുവ ജില്ല, മധ്യപ്രദേശ്. മൊബൈൽ നമ്പർ 99 77 41 36 52. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗത് ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 308. പൂർണ്ണ പരമാത്മാവ് സാധകന് ഭയങ്കരമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു, അതുപോലെ ആയുസ്സും വർദ്ധിപ്പിക്കുന്നു. ഞാൻ വിശ്വനാഥൻ, പിതാവിന്റെ നാമം സുബ്രഹ്മണ്യം. ഞങ്ങൾ ബാംഗ്ലൂർ നിവാസികളാണ്. ഞാനൊരു ട്രാവൽ ഏജൻസിയിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ തന്നെ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ശരിയായ വിധം സാധ്യമല്ലായിരുന്നു. ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നില്ല. ഗൃഹത്തിൽ മാതാവും പിതാവും കലഹിക്കുമായിരുന്നു. അതുപോലെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഒരു വൃക്ഷച്ചോട്ടിലിരുന്ന് ആലോചിക്കുമായിരുന്നു. അതായത്, ഞാൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? ഇവിടെ ആരും തന്നെ നല്ലവരായിട്ടില്ല. മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകണമെന്നുള്ള വിചാരവും ഇല്ല. മറ്റേതെങ്കിലും ഒരു ദേശത്ത് പോയി സ്വന്തമായി കൃഷി ചെയ്ത് ജീവിക്കണമെന്നായിരുന്നു ചിന്ത. ഭഗവാൻ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത്? മാതാവും പിതാവും കലഹിക്കുകയും സ്കൂളിൽ ആരും എന്നെ സഹായിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മരണത്താൽ ഞാൻ വളരെയധികം ദുഃഖിതനായി. മറ്റൊരു വഴി ഇല്ലാത്തതിനാൽ ആത്മഹത്യ വരെ ചിന്തിച്ചു. എന്റെ വിവാഹത്തിന് ശേഷവും ഗൃഹത്തിൽ കലഹമുണ്ടായിരുന്നു. ഇക്കാരണത്താൽ ഞാൻ ഒരു വലിയ മദ്യപാനിയായി മാറി. സിഗരറ്റ്, ബീഡി കൂടാതെ മറ്റ് അന്യലഹരി വസ്തുക്കളും ഉപയോഗിക്കാൻ തുടങ്ങി. ഗൃഹത്തിലേക്ക് തിരിച്ചു പോകുമായിരുന്നില്ല. ഞാൻ മദ്യം കഴിച്ച് രാത്രിയിൽ വഴിയരികിൽ കിടക്കുമായിരുന്നു. ബോധം വരുമ്പോൾ എല്ലാം ഓർമ്മ വരുന്നു. അങ്ങനെ മറ്റെവിടെയെങ്കിലും പോയി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു. ഗൃഹത്തിലെ പരിതസ്ഥിതിയും മദ്യവും ലഹരിയും ഈ വക കാരണത്താൽ എന്റെ മനസ്സും മടുത്തുപോയി. അതിനാൽ ജീവിക്കാൻ തന്നെ ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. വർദ്ധിച്ചു വന്ന മദ്യപാനം കൊണ്ട് എന്റെ പാൻക്രിയാസിൽ പഴുപ്പ് രൂപാന്തരപ്പെട്ടു. ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ പോകാൻ എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. ഞാൻ ആരോടോ പണം വാങ്ങി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചത് പൂർണ്ണമായി മദ്യപാനം ഒഴിവാക്കാനായിരുന്നു. പക്ഷെ എനിക്കത് നിർത്തുവാൻ സാധിച്ചില്ല. മദ്യം തുടർന്നുകൊണ്ടേയിരുന്നു. അതുപോലെ എന്റെ അസുഖവും വർദ്ധിച്ചു വന്നു. ഇക്കാരണത്താൽ ബ്ലീഡിംഗ് ആരംഭിക്കുകയും മരുന്ന് വാങ്ങിക്കുവാൻ പണം പോലും ഇല്ലാതെയായി. ഭക്ഷണം കഴിക്കുവാനും ഒന്നും ഉണ്ടായിരുന്നില്ല. വെള്ളത്തിലിട്ട ചോറാണ് കഴിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ എന്റെ ഒരു പരിചയക്കാരൻ സന്ത് രാംപാൽജി എഴുതിയ ജ്ഞാനഗംഗ എന്ന പുസ്തകം എനിക്ക് തന്നു. ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇനി ഈ പുസ്തകത്തിൽ എന്താണ് ഉള്ളത് എന്ന് വിചാരിച്ച് അത് വായിക്കുവാൻ തുടങ്ങി. ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു വ്യത്യാസം അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ അതിനുള്ള അടക്കം മുഴുവൻ ഞാൻ ഗ്രഹിച്ചതിന് ശേഷം ഞാൻ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്നും നാമദീക്ഷ സ്വീകരിക്കുവാൻ നിർണയിച്ചു. അദ്ദേഹം എന്നെ ബാംഗ്ലൂരിലുള്ള നാമദീക്ഷ സെന്ററിൽ കൊണ്ടുപോയി. അന്ന് ഒരു വർഷത്തിന് ശേഷം ആദ്യമായി ഞാൻ വയറു നിറയെ ഭക്ഷണം കഴിച്ചു. എന്റെ സ്ഥിതി അത്ര വളരെ മോശമായിരുന്നു. എന്നോട് എല്ലാവിധ നിയമങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. തുടർന്ന് നാമോദിക നൽകുകയും ചെയ്തു. ആ നിമിഷം തന്നെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ദീക്ഷ എടുത്തതിന് ശേഷം എന്റെ ഉള്ളിലുണ്ടായിരുന്ന ലിവറിന്റെ പ്രോബ്ലം, ഇന്റേണൽ ബ്ലീഡിംഗ് കൂടാതെ എല്ലാവിധ അസുഖങ്ങൾക്കും ഒരു ശാന്തി ലഭിച്ചു. ഇന്ന് ഞാൻ ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കുന്നില്ല. പരമാത്മാവിന്റെ ദയയാൽ എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും കൂടാതെ എന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്തു. ഇന്നും ഞാൻ ഒരു തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല. എന്റെ എല്ലാവിധ രോഗങ്ങളും ശരിയായി. സത് സാഹിബ് 88 92 24 05 08.
നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 309. ഭക്തനായ രവികുമാർ ദാസിന്റെ ആത്മകഥ. ഞാൻ രവികുമാർ, കർണാടകയിലെ തുംകൂറിൽ ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നു. എന്റെ ചെറുപ്പം മുതലേ ഭഗീൻ ഭക്തിയാൽ വിശേഷമായ ആസക്തിയായിരുന്നു എനിക്ക്. ഈ ലോകത്തുള്ള സകല ദേവീ ദേവതന്മാരുടെ ആരാധന ചെയ്തിരുന്നു. കുട്ടിക്കാലം മുതലേ ദാരിദ്ര്യവും പണത്തിന്റെ അഭാവവും ശരീരത്തിന്റെ അനാരോഗ്യവും എല്ലാം എന്നെ പലപ്പോഴും കഷ്ടപ്പെടുത്തിയിരുന്നു. വളരെയധികം കഷ്ടപ്പാടുകൾക്കൊക്കെ എല്ലാം ശേഷമാണ് എനിക്ക് ഈ പദവി ലഭിച്ചത്, ജോലി ചെയ്തിരുന്നത്. കഠിനമായ ജപങ്ങൾക്ക് ശേഷം തൽക്കാലം ഒരു പരിഹാരം ഉണ്ടായി. ഒരു ദിവസം പതിവ് പോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാംഗ്ലൂരുള്ള ആശ്രമത്തിൽ നിന്ന് പുസ്തക പ്രചാരണത്തിന്റെ ഭാഗമായി കുറച്ചുപേർ വരികയും ജ്ഞാനഗംഗ എന്ന പുസ്തകം വിതരണം ചെയ്യുകയും ചെയ്തു. പുസ്തകം എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എല്ലാവിധ പ്രശ്നങ്ങളുടെ ഉത്തരം ലഭിക്കുവാൻ വേണ്ടി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ എന്ന പുസ്തകം വായിക്കുക. അദ്ദേഹത്തിൽ നിന്ന് സൗജന്യമായി നാമദീക്ഷ സ്വീകരിച്ച് ജീവിതം സഫലമാക്കുന്ന കാര്യം എന്റെ ഉള്ളിൽ ഒരു ആവേശം ഉടലെടുത്തു. പണ്ടേ മുതൽ എന്റെ ഉള്ളിൽ ആധ്യാത്മികതയുടെ കാര്യത്തിൽ ഒരു വിശേഷ ആകർഷണം ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പ്രഥമ ദീക്ഷ സ്വീകരിച്ച് ഭക്തി ചെയ്യുകയായിരുന്നു. രണ്ടാമത്തെ മന്ത്രമായ സത്നാമം ലഭിക്കുന്നതിനു വേണ്ടി ഹരിയാന റോത്തക് ആശ്രമത്തിലേക്ക് ഞങ്ങൾ ദില്ലിയിൽ നിന്ന് ബസ്സിൽ യാത്ര തിരിച്ചു. എന്റെ കൂടെ അളിയനും ഉണ്ടായിരുന്നു. എന്റെ പോക്കറ്റിൽ നിന്ന് 15,000 രൂപ കളവ് പോയി. സെക്കൻഡുകൾക്കുള്ളിൽ എന്റെ പോക്കറ്റ് പരിശോധിക്കാൻ കബീർ പരമാത്മാവ് ഉള്ളിൽ നിന്ന് ഒരു പ്രേരണ തന്നു. അപ്പോൾ തന്നെ സംഭവിച്ചത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ ബസ്സിൽ വെച്ച് ഭയന്ന് അലറി വിളിച്ചു. അങ്ങനെ ബസ് നിർത്തി. എന്റെ പുറകിൽ ഇരുന്നിരുന്ന വ്യക്തിയുടെ ദൃഷ്ടിയിൽ നിന്ന് അവൻ ഒരു കള്ളനാണെന്ന് എന്റെ അന്തരാത്മാവിൽ നിന്ന് മനസ്സിലായി. തൽക്ഷണം തന്നെ അവന്റെ കയ്യിൽ നിന്ന് എന്റെ പണം തിരികെ വസൂലാക്കി. പരമാത്മാവിലുള്ള എന്റെ വിശ്വാസം വളരെയധികം വർദ്ധിച്ചു. എനിക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ പരമാത്മാവിന്റെ സത്സംഗമെല്ലാം കേട്ട് ഗുരുജിയുടെ വചനങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ എന്റെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ദീക്ഷ സ്വീകരിച്ച് ഭക്തി ചെയ്യുകയാണ്. ആരും ദേവീ ദേവന്മാരുടെ പൂജ ചെയ്യുന്നില്ല. കൂടാതെ എല്ലാവരും സ്വസ്ഥവും സന്തോഷവും ശാന്തിയിൽ കൂടി കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ഒരു ക്ലേശവുമില്ല. സത് സാഹിബ് രവികുമാർ ദാസ്. മൊബൈൽ നമ്പർ 98 45 57 62 47. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 310. ഭൂതപ്രേതങ്ങളുടെ കഷ്ടതകൾ ദൂരീകരിക്കുന്നു. ഞാൻ ശശികാന്ത് ചൗഹാണ, കർണാടകയിൽ ബീജാപൂർ ജില്ലയിൽ താലിക്കൊട്ടി താലൂക്കിൽ തംതടി ഗ്രാമത്തിൽ വസിക്കുന്നു. ഞാൻ നാമദീക്ഷ സ്വീകരിക്കുന്നതിന് മുൻപ് എന്റെ കുടുംബം കുറെ കാലമായി ഭൂതപ്രേതത്താൽ പീഡിതരായിരുന്നു. എന്റെ പത്നി സവിത ചൗഹാണ കഴിഞ്ഞ 18 വർഷമായി ഭൂതപ്രേതങ്ങളുടെ പിടിയിലായിരുന്നു. പോകാത്ത ക്ഷേത്രങ്ങളില്ല. കൂടാതെ താന്ത്രിക വിദ്യയും കൂടാതെ ഉച്ചാടന ക്രിയകൾ ചെയ്യുന്നവരെയും ഒഴിവാക്കിയില്ല. അതായത് കർണാടക രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള വിഭിന്ന താന്ത്രിക വിദ്യകരുടെ അടുക്കൽ സമീപിച്ചിട്ടുണ്ടായിരുന്നു. തന്ത്രിമാരുടെയും വിദ്യകൾ ഫലം കണ്ടില്ല. കൂടാതെ അവർക്ക് പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ വാസ്തുവിദ്യയുടെ ദോഷമാണെന്ന് കരുതി വാസ്തുപരമായ മാറ്റങ്ങളും ഗൃഹത്തിൽ വരുത്തി. ഇതിനെല്ലാം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വന്നു. ഇത്രയെല്ലാം ചെയ്തതിനു ശേഷം ഒരു പരിഹാരവും വന്നില്ല. അവസാനം വന്നപ്പോൾ ഭൂതപ്രേതങ്ങളെല്ലാം സംസാരിക്കുവാനും ഭയപ്പെടുത്തുവാനും തുടങ്ങി. എല്ലാ തരത്തിലും പരിശ്രമിച്ചിട്ട് ഞാൻ തോറ്റുപോയി. അങ്ങനെ ഒരു ദിവസം ഫേസ്ബുക്കിൽ കൂടി ഞാൻ സദ്ഗുരു രാംപാൽജി മഹാരാജന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം എനിക്ക് വളരെയധികം ആശ്വാസമുണ്ടായി. അന്നുവരെ എനിക്ക് ഈ ഭൂമിയിൽ ഒരു ഭഗവാനും ഇല്ല എന്നുള്ള ധാരണയായിരുന്നു. ആ ഫേസ്ബുക്ക് ക്ലിപ്പ് എനിക്ക് ഒരു വലിയ മാർഗദർശനമായിരുന്നു. ഞാൻ ഉടനെ ജ്ഞാനഗംഗ എന്ന പുസ്തകം കൊണ്ടുവന്നു. അത് മുഴുവനും വായിച്ചു. അപ്പോൾ എന്റെ പാദങ്ങളുടെ അടിയിൽ നിന്ന് ഭൂമി ഒലിച്ചു പോയതുപോലെ തോന്നി. ഞാൻ എവിടെയെല്ലാം പരമാത്മാവിനെ അന്വേഷിച്ചു, പക്ഷെ ജ്ഞാനഗംഗ എന്ന പുസ്തകത്തിൽ നിന്നാണ് പൂർണ്ണ പരമാത്മാവായ തത്വദർശി സന്ത് ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായത്. തൽഫലമായി സന്ത് രാംപാൽജിയിൽ നിന്ന് നാമദീക്ഷ പ്രാപിച്ചു. അന്നു മുതൽ എന്റെ ഗൃഹത്തിലെ ഭൂതപ്രേതങ്ങളുടെ ശല്യം അവസാനിച്ചു. ഈ വിഷയം ഇങ്ങനെ അവസാനിച്ചതിൽ നിന്ന് എന്റെ പത്നി പ്രഭാവിത ആയിക്കൊണ്ട് നാമദീക്ഷ സ്വീകരിക്കുവാൻ തയ്യാറായി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 311. അപ്പോൾ നാമദീക്ഷ കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് വീണ്ടും ആ പ്രേതം അവളിൽ പ്രവേശിച്ചു. എന്നോട് സംസാരിക്കാതെ വളരെയധികം ക്രോധത്തോടെ രൂക്ഷമായ നോട്ടമായിരുന്നു.
കൂടാതെ നാമദീക്ഷ കേന്ദ്രത്തിന്റെ അടുക്കലെത്തിയപ്പോൾ അവിടെ പോയി നാമദീക്ഷ സ്വീകരിക്കുന്നത് തടസ്സപ്പെടുത്തുകയായിരുന്നു. എന്നിരുന്നാലും ബലമായി അകത്തു കൊണ്ടുപോയി നൽകി. അപ്പോൾ ഗുരുജിയുടെ 7 മന്ത്രങ്ങൾ ഉച്ചരിച്ചതിന് ശേഷം എന്റെ പത്നിക്ക് അവളുടെ ശരീരത്തിൽ നിന്ന് ഒരു വലിയ സർപ്പം ശരീരം വിട്ടു പോയതായിട്ട് തോന്നി. ആ നിമിഷം മുതൽ എന്റെ ഗൃഹത്തിൽ ഭൂതപ്രേതങ്ങളുടെ ശല്യം ഒഴിവായി. ഇന്ന് എന്റെ ഭവനത്തിനുള്ള എല്ലാവരും നാമദീക്ഷ സ്വീകരിച്ച് ഭക്തി ചെയ്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നു. ഇന്ന് ഈ അവസരത്തിൽ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ ജനിച്ചിരിക്കുന്ന എല്ലാവരോടായിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ മൃത്യുലോകത്തിൽ പൂർണ്ണ പരമാത്മാവ് സദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജന്റെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുന്നു, അതായത് സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും അവരവരുടെ അസംഖ്യ ജന്മങ്ങളുടെ പാപങ്ങൾ കഴുകുന്നതിന് വേണ്ടിയും കൂടാതെ മോക്ഷപ്രാപ്തി ചെയ്യുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഇതിനാൽ നമ്മുടെ സ്വന്തം വാസസ്ഥാനത്തെത്തുവാൻ സാധിക്കട്ടെ. സത് സാഹിബ് ശശികാന്ത് ചൗഹാണ. മൊബൈൽ നമ്പർ 91 73 38 18 47 68 പ്ലസ് 91 97 40 86 76 56. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 312. അലയുന്നവർക്ക് സന്മാർഗം. ഈ ഒരു പേജിൽ സത്യാർത്ഥ പ്രകാശിന്റെ ഭൂമികയുടെ ഫോട്ടോഗ്രാഫി സംബന്ധിച്ച വിവരണമാണ് നൽകിയിരിക്കുന്നത്. ശങ്ക സമാധാനം. 1. കുറച്ചു വ്യക്തിവിരോധമുള്ള ആളുകൾ അവർ മഹർഷി ദയാനന്ദന്റെ ഫോട്ടോ കോപ്പിയുടെ മഹിമ കേൾപ്പിച്ചുകൊണ്ട് കൂടാതെ അദ്ദേഹത്തിൽ കൂടി രചിച്ച സത്യാർത്ഥ പ്രകാശ് എന്ന പുസ്തകം വിറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറയുന്നത് ജ്ഞാനഗംഗ എന്ന പുസ്തകത്തിൽ ശാസ്ത്ര വിഷയം എന്ന അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് മഹർഷി ദയാനന്ദ് 1882, അതായത് സംവത് 1939 വരെ സംസ്കൃതത്തിലാണ് ഭാഷണം ചെയ്തിരുന്നത്. കാരണം ദയാനന്ദ സത്യാർത്ഥ പ്രകാശത്തിന്റെ ഭൂമികയിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, അതായത് 1874 സംവത് 1931 പ്രഥമമായി സത്യാർത്ഥ പ്രകാശ് എഴുതിയത്. അതിനു മുൻപ് സംസ്കൃത ഭാഷയിലായിരുന്നു ഭാഷണം ചെയ്തിരുന്നത്. പിന്നീടാണ് ഹിന്ദി അറിയുവാൻ തുടങ്ങിയത്. ശങ്ക സമാധാനം. മുകളിൽ ഫോട്ടോ കോപ്പിയിൽ സത്യാർത്ഥ പ്രകാശം സംബന്ധിച്ച വിവരണമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 313. അതിൽ മഹർഷി ദയാനന്ദൻ പ്രശ്നമാക്കിയിട്ടുണ്ട്, അതായത് ഏത് സമയത്താണോ സത്യാർത്ഥ പ്രകാശം ഉണ്ടാക്കിയത് ഹിന്ദി ഭാഷയുടെ വിശേഷ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. അതായത് 1939 സംവത് 1882 ഉദയപൂരിൽ മഹാറാണാജിയുടെ ഭദ്രപദ് രണ്ടാമത്തെ എഡിഷൻ അച്ചടിച്ചപ്പോൾ അതുവരെ മഹർഷിക്ക് ഹിന്ദി ഭാഷയുടെ വിശേഷ ജ്ഞാനം വശമുണ്ടായിരുന്നില്ല. 1882 വിശേഷ ജ്ഞാനം ലഭ്യമാക്കിയതിനു ശേഷം സത്യാർത്ഥ പ്രകാശം ശുദ്ധീകരിച്ച് അച്ചടിച്ചു. ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ദയാനന്ദ മഹർഷി 1882 സംവത് 1939 വരെ സംസ്കൃതത്തിലായിരുന്നു ശാസ്ത്രത ചെയ്തിരുന്നത്. മറ്റൊരു കാരണം ഇതാണ്, 2 വിദ്വാൻമാർ പരസ്പരം ചർച്ചകൾ നടത്തുകയായിരുന്നു സംസ്കൃതത്തിൽ. കാരണം എല്ലാ ശാസ്ത്രങ്ങളും സംസ്കൃതത്തിലായിരുന്നു എഴുതിയിരുന്നത്. അതിന്റെ ഹിന്ദി വിവർത്തനം ദയാനന്ദജിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്തെന്നാൽ അദ്ദേഹം തന്നെ പറയുന്നു, AD 1882 സംവത് 1939 വരെ എനിക്ക് ഹിന്ദി ഭാഷയിൽ നല്ല അറിവുണ്ടായിരുന്നില്ല. AD 1883 സംവത് 1940 ദയാനന്ദ്ജി മരിച്ചു. ഇതിൽ നിന്നും മനസ്സിലാക്കാം, ദയാനന്ദ്ജി 1882 സംവത് 1939 സംസ്കൃത ഭാഷയിലാണ് ശാസ്ത്രാർത്ഥങ്ങൾ നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ജയപരാജയങ്ങൾ നിർണയിച്ചിരുന്നത് സംസ്കൃത ഭാഷയിൽ അപരിചിതരായ കേൾവിക്കാരായിരുന്നു. എന്ത് കാരണത്താലാണ് ദയാനന്ദനെ പോലെയുള്ള വ്യക്തികളെ മഹർഷി എന്ന് വിളിക്കുന്നു? മഹർഷി ദയാനന്ദനും കൃഷ്ണാനന്ദും ശാസ്ത്രാർത്ഥം നടത്തുമ്പോൾ കൃഷ്ണാനന്ദന്റെ ഭാഗം ദൃഢമായിരുന്നു. എന്തെന്നാൽ കൃഷ്ണാനന്ദ് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 7 തെളിവുകൾ ഉദ്ധരിച്ച് സാകാര പരമാത്മാവ്, ആകാരരൂപിയായ പരമാത്മാവിനെ എന്ന് വ്യക്തമാക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിഭവതി ഭാരത. ഇതിന്റെ അർത്ഥം ഗീതാ പ്രസ് ഗോരഖ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: അല്ലയോ ഭാരത്, എപ്പോഴെല്ലാം ധർമ്മം നഷ്ടമാകുന്നുവോ അധർമ്മത്തിന്റെ വൃദ്ധിയുണ്ടാകുന്നുവോ അപ്പോഴൊക്കെ ഞാൻ എന്റെ രൂപം സൃഷ്ടിക്കുന്നു, അതായത് സകാര രൂപത്തിൽ ആളുകളുടെ മുൻപിൽ പ്രകടമാകും. ശ്രദ്ധിക്കേണ്ട കാര്യം, മഹർഷി ദയാനന്ദ്ജി വിഷയം മാറ്റി സംസ്കൃതം സംസാരിക്കുന്നു എന്ന കാരണത്താൽ സംസ്കൃത ഭാഷയിൽ അപരിചിതരായ ശ്രോതാക്കൾ പരിഹാസ്യത്തോടെ വേദമറിയാത്ത ദയാനന്ദ്ജിയെ വിജയിയായി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ദയാനന്ദ്ജി വിജയിച്ചത്. ഉദാഹരണത്തിന്, ഒരു ജന്മിയുടെ മകൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന ഈ പുസ്തകത്തിലെ പേജ് 276 വായിക്കണം.